നമുക്കിനി മറ്റൊരു തട്ടിപ്പിലേക്കാണ്. വലിയൊരു തട്ടിപ്പാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ആ കേസിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ പങ്കിനെ കുറിച്ചാണ് ഇപ്പോൾ SIT അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. പത്മകുമാറിനെയും ഒപ്പം N വാസുവിനെയും വൈകാതെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. കേസിൽ അറസ്റ്റിലായ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഒന്നാമത്തെ കാര്യം KS ബൈജുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ബൈജുവിൽ നിന്ന് എന്തെല്ലാം കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയാനുണ്ട്? ബൈജുവിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ചുവട് പിടിച്ച് ഇനി ഏത് വഴിയിലൂടെ SITക്ക് സഞ്ചരിക്കാൻ കഴിയും? ഇതിപ്പോൾ ഇതുവരെ വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പത്മകുമാറിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഈ രണ്ട് നടപടികളും എത്ര വേഗത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒന്നാണ്? N വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ മാത്രമാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അന്നുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. അദ്ദേഹം അതിൽ കൊള്ളയിൽ പങ്കില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഉദ്യോഗസ്ഥർ എന്ത് പറഞ്ഞു അത് താൻ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന ആ രേഖകളിൽ ഒപ്പിട്ടത് അറിയാതെയാണ് എന്നുള്ളത് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിനു ശേഷം അത് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുമ്പോൾ ഏകദേശം 476 ഗ്രാം സ്വർണം മിച്ചമുണ്ടായിരുന്നു. ഈ മിച്ചം വന്ന സ്വർണം സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ആ മെയിൽ പിന്നീട് മറ്റുദ്യോഗസ്ഥർക്ക് ഫോർവേഡ് ചെയ്തു കൊടുത്തത് വാസുവാണ്. എന്തിന് ഇത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കാരണവശാലും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണമാണെങ്കിൽ അത് തിരികെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു ആവശ്യമാണ് ചെയ്യേണ്ടത്. പക്ഷേ അക്കാര്യത്തിലെല്ലാം മൗനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും N വാസുവും ചേർന്ന് ഇത്തരത്തിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ രണ്ടും ചേർന്നാണ് ഇത്തരത്തിലൊരു പദ്ധതി ഇട്ടിരിക്കുന്നുള്ള ഒരു സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ മൊഴി വിശദമായി പരിശോധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. അധികം വൈകാതെ തന്നെ N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൃത്യമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ വാസുവിന്റെ അറസ്റ്റിലേക്കും SIT കടക്കുകയും ചെയ്യും. ഇനി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചോദ്യം ചെയ്യാനുള്ളത്, ബോർഡ് അംഗം എന്ന നിലയിൽ ചോദ്യം ചെയ്യാനുള്ള ബോർഡ് പ്രസിഡന്റായിരുന്ന ബോർഡ് പ്രസിഡന്റിനെയാണ് പത്മകുമാറിനെയാണ് ചോദ്യം ചെയ്യാനുള്ളത്. അതും വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഉള്ളത്. അതോടുകൂടി ഇക്കാര്യത്തിലൊരു ചിത്രം തെളിയുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. എന്തായാലും ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് തുടരുകയാണ്. ഇന്നലെയാണ് മുൻ തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജുവിനെ അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ SP S ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവിടെ നിന്ന് റാന്നി കോടതിയിൽ കൊണ്ടുപോകും. പിന്നീട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് തീരുമാനം. ഇന്ന് നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന മുരാരി ബാബുവിനെയും അതോടൊപ്പം തന്നെ സുധീഷിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം പിന്നീട് ഇയാളെ കൂടി കസ്റ്റഡിയിലെടുക്കുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലുണ്ട്. അങ്ങനെ 4 പേരെയും കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിലൊരു വ്യക്തത വരുമെന്ന ഒരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘമുള്ളത്. അതിനുള്ള നടപടികളിലേക്കാണ് സംഘം കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഈ KS ബൈജുവിൽ നിന്ന് പരമാവധി വിവരങ്ങൾ തേടുക എന്ന ലക്ഷ്യമാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. ഇയാളുടെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് കടക്കുന്നത്. 2019 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്നു KS ബൈജു ആണ് അവിടെ ഉണ്ടാകേണ്ട ഉദ്യോഗസ്ഥൻ. ഇത് കൃത്യമായി പരിശോധിച്ച് കൊടുത്തു വിടേണ്ട ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഇത്തരത്തിൽ ഇവിടെ എത്താതിരുന്നത് ഇതിനെ കൊള്ളയുടെ ഭാഗമായിട്ടാണ്, ഇതിന് കൂട്ടുനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ആ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒന്ന് വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതില്, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതും ചോദ്യം ചെയ്യാത്തതിലും വാസുവിനെ പോലെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് ചോദ്യം. എന്നുവെച്ചാൽ തിരുവാഭരണം കമ്മീഷണർ അവരെ എത്തി നിൽക്കുകയാണ്. മുകളിലോട്ട് പോകുമായിരിക്കും. ഒരല്പം കൂടി സമയം അവർക്ക്, കാരണം വേഗത്തിൽ എടുപിടി ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. പക്ഷേ രാഷ്ട്രീയ നിയമനമാണ് വാസുവിൻ്റേത്, പത്മകുമാറിൻ്റെയും രാഷ്ട്രീയ നിയമനമാണ്. അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനും CPM-നും ഒക്കെ പൊള്ളുന്ന ഒരു സംഗതിയാണ്.